രാവിലെ എഴുന്നേൽക്കുമ്പോ ഐശ്വര്യം കിട്ടാനായിട്ട് വലത് തിരിഞ്ഞ് എഴുന്നേക്കണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കാരണം വലത് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഐശ്വര്യം വരും. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ പീസ് ഉണ്ട്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലത് കൈ ചൂണ്ടുവിരൽ വെച്ച് ഇടത് തോളിന് സമീപം ശ്രീ മീൻസ് ഐശ്വര്യം, ശ്രീ എന്ന് എഴുതിയതിനു ശേഷം വലത്തോട്ട് എഴുന്നേൽക്കുക. അങ്ങനെ ദിവസങ്ങൾ നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പൊ ഈ ആദ്യത്തെ പാർട്ട് എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല? അത് ഈ എന്റെ അത്തരം ഗുരുക്കന്മാർക്ക് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. നിലം നല്ലതല്ലെങ്കിൽ വിത്ത് വരയ്ക്കരുത്, ആ വിത്ത് പാഴായി പോകുന്നു. സ്വാഭാവികമായിട്ടും അത് 100% എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ ഇന്ന് പറ്റുന്നില്ല, അന്ന് എനിക്ക് പറ്റുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ അണുകുടുംബമാണ്, 2 അച്ഛനും അമ്മയും മകനോ മകളോ മാത്രമുള്ളൊരു കുടുംബജീവിതമാണ്. പണ്ട് കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയില് ഇന്നത്തെ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അന്നേ ദിവസം തന്നെ അത് അവസാനിക്കുമായിരുന്നു. കാരണം അതിന് മേൽനോട്ടം വഹിക്കാൻ കുടുംബത്തിലൊരു പ്രാപ്തനായ ഒരു കാരണവരുണ്ടാകുമായിരുന്നു. ഇന്നത്തെ ഇത്രയും പ്രശ്നം അന്ന് അവരാചരിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. രാവിലെ പല്ല് തേക്കുമ്പോൾ 2 വരി മന്ത്രമുണ്ട്, ശ്ലോകമുണ്ട്. അത് ചൊല്ലിയേച്ച് അന്ന് ആരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നോ അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടു നിൽക്കും എന്നാണ് പറയുന്നത്. ആ മന്ത്രം ഇത്രയേ ഉള്ളൂ, 2 വരിയാണ്. കാമദേവായ നമ, സർവജനപ്രിയായ നമ. ഈ 2 വരി ശ്ലോകം ചൊല്ലിയേച്ചാണെന്ന് നമ്മൾ ബന്ധശുദ്ധീകരണം നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അന്ന് നമ്മൾ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടു നിൽക്കും. അപ്പൊ ഈ യാത്രയെ കിട്ടിയ അതാണ് ആ പുസ്തകം എഴുതാനുണ്ടായ എന്റെ പ്രചോദനം. രണ്ടാമത്തെ എന്റെ പുസ്തകം വാസ്തുകല, അതിപ്പം 3 എഡിഷൻ കഴിഞ്ഞു. ആദ്യം ടെമ്പുച്ചായിരുന്നു പബ്ലിഷ് ചെയ്തത്. അത് വീടുമായിട്ട് സംബന്ധിച്ച് ഇന്നിപ്പം നമ്മള് 2 പുസ്തകങ്ങൾ റിലീസ് ചെയ്യുന്നത്. ആദ്യത്തെ പുസ്തകം ആയുഭദ്ര. ഞാൻ പാമിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ഐസാറിൽ ഒരു എഞ്ചിനീയർ പാൻറ് ഒക്കെ ഇട്ടിട്ട് കൈ നോക്കുമെന്ന് കേൾക്കുമ്പോൾ പൊതുവെ ജനം ഈ കൈനോട്ടം ഇങ്ങനെ നമുക്കറിയാം, ഈ തട്ടയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു രീതിയിൽ കാണുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. പക്ഷെ ഈ ഭാവി പറയാമെങ്കിൽ, കയ്യിൽ നോക്കി ഭാവി പറയാമെങ്കിൽ എന്തുകൊണ്ട് ഭാവിയിൽ വരുന്ന രോഗങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ള ആ ഒരു ആശയത്തിൽ നിന്നാണ് ഈ മെഡിക്കൽ പാമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ നമ്മൾ തിരിയുന്നത്. ഏകദേശം 8 വർഷത്തോളം ഞാൻ അതിൻ്റെ ഒരു റിസർച്ച് നടത്തിയിരുന്നു. അത് 160ഓളം ക്യാൻസർ പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ട്. അത് ധാരാളം. അപ്പൊ നമുക്ക് ഒറ്റ ഗ്ലാൻസിൽ ചില രോഗങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ രോഗ